ഇന്നലെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ പറയണത് നമുക്ക് വിൻഡോ വണ്ടർല പോകാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നേരെ പോന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലും പൈസ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ വിൻഡോ വണ്ടർലേനെ നിങ്ങൾ ലണ്ടനിലെ വിൻഡോ വണ്ടർലയായിട്ട് കമ്പയർ ചെയ്യില്ല, ഇതൊരു കുട്ടി വിൻഡോ വണ്ടർല കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം അവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനും ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഈ കാണുന്ന ഒരു ഐറ്റത്തിൽ കയറണമെന്ന് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്നെ കയറാൻ ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് പിന്നെ പരിസരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഒരു ഐറ്റം കണ്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി അവിടെ എന്താ പറയുക, ഈ കുതിരേനെയൊക്കെ കടിഞ്ഞാനിട്ട് നൃത്തത്തിൽ അതുപോലെ അവിടെ നിൽക്കും. പിന്നെ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പോയത് കാർ ഡാഷിങ് ചെയ്യാനായിരുന്നു. കാർ ഡാഷിങ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങി നല്ല ചൂടോട് ചുറൂസും വാങ്ങിച്ച് നേരെ പോയത് അവീനെ അജയ് ചേട്ടനെയും കൂടെ ഐസ് സ്കേറ്റിങ്ങിന് വിടാനാട്ടോ. ഈ വിൻഡോ വണ്ടർലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഐസ് സ്കേറ്റിങ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അജയ് ചേട്ടനും കഴിഞ്ഞ 2 വർഷമായിട്ട് അവിയും കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഐസ് സ്കേറ്റിങ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാലൻസും അതുപോലെ തന്നെ ഗ്രിപ്പും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യമൊക്കെ കയറുന്നു വീഴുന്നു അതായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് 2 പേരും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ക്യാൻഡി ഷോപ്പിലേക്കായിരുന്നു. അവിനേക്കാളും വലിയൊരു ക്യാൻഡിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജയൻറ്റ് വീലിൽ കയറാനായിരുന്നു. ജയൻറ്റ് വീലിൽ കയറി മുകളിലെത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ഈ വിൻഡോ വണ്ടർല എത്രയുണ്ടെന്ന്. ഒരു കുട്ടി വിൻഡോ വണ്ടർല കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഒരു കുഞ്ഞു റോളർ കോസ്റ്ററിൽ കയറാനാട്ടോ. റോളർ കോസ്റ്ററൊക്കെ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേൻ്റെ കുറച്ച് നേരം ചൂടൊക്കെ പിടിച്ച് നേരെ പോയത് അവയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു. ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണേക്കാളും ഏതൊരു ഗെയിം കളിക്കുന്നതാണെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഗെയിമൊക്കെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവയ്ക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി, അവയും ഹാപ്പി ഞങ്ങളും ഹാപ്പി. അങ്ങനെ താണ്ടി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ പോയത് KFCയിലേക്കാട്ടോ ഫുഡ് കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.